ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. വർഷങ്ങൾക്ക് ശേഷം ദിലീപും മഞ്ജു വാര്യരും ഒരേ വേദിയിൽ. യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്ത്? മലയാള സിനിമയിലെ ഒരു കാലത്തെ ഏറെ സ്വാധീനിച്ച താരജോഡികളാണ് ദിലീപും മഞ്ജു വാര്യരും. വിവാഹിതരായി ജീവിതം ആരംഭിച്ച ഈ താരങ്ങൾ പിന്നീട് വേർപിരിഞ്ഞത് മലയാളികൾ ഏറെ ചർച്ച ചെയ്ത സംഭവമായിരുന്നു. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ദിലീപും മഞ്ജു വാര്യരും ഒരേ പൊതുചടങ്ങിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയതോടെയാണ് വലിയ നടക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദിലീപും മഞ്ജുവും ഒരേ വേദിയിൽ എത്തിയപ്പോൾ അവിടെ എന്താണ് നടന്നത്? ഇതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പലരും അന്വേഷിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഒരേ വേദിയിൽ കൊച്ചിയിലെ കാക്കനാട് നടന്ന ഒരു പ്രത്യേക ചടങ്ങിലാണ് ദിലീപും മഞ്ജു വാര്യരും ഒരുമിച്ചെത്തിയത്. ലിസ്റ്റൻ സ്റ്റീഫനും നേതൃത്വത്തിലുള്ള മാജിക് ഫ്രെയിമിൻ്റെ പുതിയ തിയേറ്റർ സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ചടങ്ങായിരുന്നു ഇത്. രാജ്യത്തെ ആദ്യ ട്രാൻസ്പെറൻറ്റ് LED സ്ക്രീൻ തിയേറ്റർ എന്ന പ്രത്യേകതയോടെയാണ് ഈ തിയേറ്റർ ശ്രദ്ധ നേടുന്നത്. മുഖ്യമന്ത്രി VD സതീശനാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ദിലീപും മഞ്ജു വാര്യരും ഇതേ ചടങ്ങിൽ എത്തിയതാണ് ആരാധകരുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ പിടിച്ചുപറ്റിയത്. വർഷങ്ങൾക്ക് ശേഷം ഇരുവരും ഒരേ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ ചടങ്ങിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് ഇത്രയും ശ്രദ്ധ? ദിലീപും മഞ്ജു വാര്യരും മലയാളികൾക്ക് വെറും രണ്ട് താരങ്ങൾ മാത്രമല്ല, ഒരു കാലത്ത് മലയാള സിനിമയിലെ ഏറ്റവും ശ്രദ്ധേയമായ താരജോഡികളായിരുന്നു ഇരുവരും. 1998 ദിലീപും മഞ്ജു വാര്യരും വിവാഹിതരാകുന്നത്. പിന്നീട് ഇരുവരും വേർപിരിയുകയും 2015 ജനുവരിയിൽ വിവാഹമോചനം ഔദ്യോഗികമായി പൂർത്തിയാകുകയും ചെയ്തു. അവർക്ക് ഒരു മകളുമുണ്ട്. വിവാഹമോചനത്തിന് ശേഷം ഇരുവരും പൊതുവേദികളിൽ ഒരുമിച്ച് പ്രത്യക്ഷപ്പെടുന്നത് വളരെ അപൂർവമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഒരേ വേദിയിലെ സാന്നിധ്യം ആരാധകരിൽ ഇത്രയും കൗതുകമുണ്ടാക്കുന്നത്. ചടങ്ങിൽ എന്താണ് സംഭവിച്ചത്? പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ദിലീപും മഞ്ജു വാര്യരും ഒരേ ചടങ്ങിൽ പങ്കെടുത്തു. ഇരുവർക്കും ഒരേ നിരയിൽ ഇരിപ്പിടങ്ങൾ ഒരുക്കിയിരുന്നുവെങ്കിലും അടുത്തടുത്തുള്ള സീറ്റുകളിലല്ല ഇരുന്നത്. ഇരുവരും ചടങ്ങിൽ സ്വന്തം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയാവുന്നതുണ്ട്. ഇരുവരും വീണ്ടും ഒന്നിച്ചു എന്ന തരത്തിലുള്ള യാതൊരു സ്ഥിരീകരണവും പുറത്തു വന്നിട്ടില്ല. ഇതുപോലെ തന്നെ ചടങ്ങിൽ ഇരുവരും തമ്മിൽ പ്രത്യേകമായി എന്തെങ്കിലും സംഭാഷണം നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളും സ്ഥിരീകരിച്ചിട്ടില്ല. അതിനാൽ സോഷ്യൽ മീഡിയയിലെ അഭിമുഖങ്ങൾ സ്ഥിരീകരിച്ച് വിവരങ്ങൾ മാത്രം നമ്മൾ പരിഗണിക്കുന്നതാണ് ശരി. സിനിമാ ലോകത്തിലെ വലിയ താരസാന്നിധ്യം. ഈ ചടങ്ങിൽ ദിലീപും മഞ്ജു വാര്യരും മാത്രമല്ല ഉണ്ടായിരുന്നത്. മലയാള സിനിമയിലെ നിരവധി പ്രമുഖ താരങ്ങളും സംവിധായകരും ചടങ്ങിൽ പങ്കെടുത്തു. സുരേഷ് ഗോപി, ജയറാം, പൃഥ്വിരാജ്, കുഞ്ചാക്കോ ബോബൻ, ജയസൂര്യ, നവ്യ നായർ, ബേസിൽ ജോസഫ്, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയ നിരവധി പ്രമുഖരുടെ സാന്നിധ്യം ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. മഞ്ജു വാര്യർ ചടങ്ങിൽ പുതിയ തിയേറ്ററിൻ്റെ ആദ്യ ടിക്കറ്റ് കുഞ്ചാക്കോ ബോബന് കൈമാറിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സിനിമാ ലോകത്തെ ഒരു വലിയ സംഗമം തന്നെയായിരുന്നു ഈ ചടങ്ങ്. ആരാധകരുടെ ചോദ്യം ഒന്നു മാത്രം. എന്നാൽ ചടങ്ങിലെ മറ്റ് താരങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ നേടിയത് ദിലീപും മഞ്ജു വാര്യരുമായിരുന്നു. കാരണം വർഷങ്ങളായി ആരാധകരുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു പഴയ സിനിമ ഓർമ്മയാണ് ഈ രണ്ട് പേരുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഒരുമിച്ച് സിനിമകളിൽ തിളങ്ങിയ താരങ്ങൾ, പിന്നീട് ജീവിതത്തിൽ ഒന്നിച്ച താരദമ്പതികൾ, അതിനുശേഷം വേർപിരിഞ്ഞ രണ്ട് വ്യക്തികൾ. ഇപ്പോൾ വീണ്ടും ഒരു പൊതുവേദിയിൽ ഒരേ ചടങ്ങിൽ. ഇതാണ് ഇപ്പോഴത്തെ ചർച്ചയ്ക്ക് പ്രധാന കാരണം.